6-ാം മാസത്തിൽ ദൈവം ഗലീല പട്ടണത്തിൽ അയച്ച ദൂതൻ ആര്? ഗബ്രിയേൽ. യോസെഫിന്റെ ഗൃഹം ദാവീദ് ഗൃഹം. യോസെഫിന് നിശ്ചയിച്ചിരുന്ന കന്യകയുടെ പേര് മറിയ. ദൂതന്റെ വന്ദനം കേട്ട് ഭ്രമിച്ചതാര്? മറിയ. അവൻ വലിയവനാകും എന്ന് ദൂതൻ പറഞ്ഞത് ആരെക്കുറിച്ച്? യേശുവിനെ. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും എന്ന് പറഞ്ഞത് ആരെക്കുറിച്ച്? യോഹന്നാനെ. യാക്കോബ് ഗൃഹത്തിന് രാജാവായിരിക്കുന്നവൻ ആര്? യേശു. ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ എന്ത് പേരിൽ വിളിക്കപ്പെടും? ദൈവപുത്രൻ. മറിയയുടെ ചാർച്ചക്കാരത്തി ആര്? എലിശബത്ത്. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് എത്രാം മാസം? 6-ാം മാസം. മറിയ എഴുന്നേറ്റ് ഏത് പട്ടണത്തിലേക്കാണ് പോയത്? യഹൂദ്യ പട്ടണത്തിൽ. ആരുടെ വന്ദനം കേട്ടപ്പോഴാണ് എലിശബത്തിന്റെ ഗർഭത്തിൽ പിള്ള തുള്ളിയത്? മറിയയുടെ. യഹോവയുടെ കരുണ തലമുറയോളം ഇരിക്കുന്നതാർക്ക്? അവനെ ഭയപ്പെടുന്നവർക്ക്. യഹോവ ചിതറിച്ചിരിക്കുന്നത് ആരെ? ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ. യഹോവ തുണച്ചിരിക്കുന്നത് ആരെ? ഇസ്രായേലിനെ. മറിയ എലിശബത്തിനോട് കൂടെ എത്ര നാൾ പാർത്തു? 3 മാസം. അയൽക്കാരും ചാർച്ചക്കാരും എലിശബത്തിന്റെ കുഞ്ഞിന് എന്ത് പേര് വിളിക്കാൻ ഭാവിച്ചു? എത്രാം നാളിൽ? സെഖര്യാവ് 8-ാം നാളിൽ. എലിശബത്ത് കുഞ്ഞിന് പറഞ്ഞ പേരെന്ത്? യോഹന്നാൻ. സെഖര്യാവ് യോഹന്നാൻ എന്ന് എഴുതിയത് എവിടെ? എഴുത്തു പലകയിൽ. കർത്താവിന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആരോടുകൂടെ? യോഹന്നാനോട് കൂടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ച പുരോഹിതൻ ആര്? സെഖര്യാവ്. അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്നത് ആര്? യോഹന്നാൻ. ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കും നാൾ വരെ യോഹന്നാൻ എവിടെ പാർത്തു? മരുഭൂമിയിൽ. അടുത്ത അധ്യായവുമായി വീണ്ടും കാണാം. താങ്ക് യു.